വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അക്കിത. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കേരളപ്പിറവി ഞാൻ ആശംസിക്കുകയാണ്. കുറേ നാളുകളായിട്ട് ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ്ലി ഇടാറില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് ഇടാറില്ല. വേറൊന്നുമല്ല, കുറച്ചേറെ മടി ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയിരുന്നു. ഇനി അങ്ങോട്ട് എന്താണെങ്കിലും ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുക തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റനിങ്, അതുപോലെ ഫൈൻ ലൈൻസിനെയും റിങ്കിൾസിനെയും റിഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ക്രീമിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷെ നമ്മൾ അങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല അതുകൊണ്ട് നമുക്ക് ക്രീം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ട് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഓണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പൂവില്ലേ, നമ്മുടെ ജമന്തി പൂ, അതായത് നമ്മുടെ മഞ്ഞ ഓറഞ്ച് കളറിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജമന്തി പൂ. നമ്മൾ വെറുതെ എടുത്ത് കളയുന്ന ആ ജമന്തി പൂവും കൊണ്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ്നപ്പ് ആകുന്ന ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ജമന്തി പൂ നമ്മുടെ സ്കിന്നിന് എന്തോരം ബെനിഫിഷ്യൽ ആണ്, എന്തോരം ബെനിഫിറ്റ്സ് കൊടുക്കും എന്നുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാരണം ഞാൻ നിന്ന് ഇതുപോലെ കത്തി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് എക്സ്റ്റെൻഡ് ആയി പോകും, ഒരുപാട് ലാഗ് ആവുക ചെയ്യും. ഇപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും അത് ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറടി ആവും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അത് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ. വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ജമന്തി പൂ. അപ്പോൾ ജമന്തി പൂ വെച്ചിട്ടുള്ള ക്രീമാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചിട്ടുള്ള നമ്മുടെ മഞ്ഞ ജമന്തിയുടെ പൂക്കളാണ് കേട്ടോ. ഞാൻ 3 എടുത്തിട്ടുണ്ട് 1 വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ജമന്തി പൂ എടുക്കുക. അതിൻ്റെ ഇതിൽ ഞാനിങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ കണ്ടോ, അതിൻ്റെ ആ ഒരു മുട്ടിൻ്റെ അവിടെ നമുക്ക് ഇതിൻ്റെ വിത്ത് പോലെ കാണാം കേട്ടോ. നിങ്ങൾ ദൈവത്തെ ഓർത്തത് എടുക്കുക, നമുക്കത് നമ്മുടെ ഇതിന് വേണ്ട കേട്ടോ, നമ്മുടെ ഈ ഒരു ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം, കാരണം അതിനകത്ത് ഉറുമ്പ്, ചുക്കിലുവല അങ്ങനത്തെ പല പല സാധനങ്ങൾ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ നല്ല കഴുകി വൃത്തിക്ക് ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം, കാരണം അതിൻ്റെ നീര് നമുക്ക് നല്ലപോലെ എടുക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ അത് നമ്മൾ ബോയിൽ ചെയ്ത് ഞാനത് വറ്റിച്ച് 2 ടേബിൾ സ്പൂൺ ലെവലിലേക്ക് ഞാനത് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പീഞ്ഞ് ആ സാധനം വരും. അതിൽ നന്നായിട്ട് പീഞ്ഞെടുത്തിട്ട് നമുക്കതിൻ്റെ നീര് മാത്രം മതി. 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് ക്രീം ബേസിലേക്കാക്കാൻ മാമഅർത്തിൻ്റെ അലോവേറ ജെൽ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ജോൺസൺ ബേബിയുടെ സ്കിൻ കെയർ ഓയിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഓയിലും പല രീതിയിലുള്ള ഓയിൽ എടുക്കാം. ഗ്ലിസറിൻ എൻ്റെ സ്കിന്നിന് സൂട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗ്ലിസറിൻ എടുക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജോൺസൺ ബേബിയുടെ ഓയിൽ വരെ ഗ്ലിസറിൻ എടുക്കാം. പിന്നെ ട്രീ ഓയിൽ ഞാൻ എടുക്കുന്നുണ്ട്. പിമ്പിൾസ് വരുന്ന സ്കിന്നുള്ളവർക്ക് നമുക്ക് ട്രീ ഓയിൽ എടുക്കാം കേട്ടോ. പിന്നെ നമ്മളിവിടെ നീര് ഞാനൊരു വൃത്തിയുള്ള ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒട്ടും വെള്ളമായി ഇല്ലാത്ത നല്ലൊരു ബൗൾ ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പം ആദ്യം ഞാൻ എടുക്കുന്നത് നമുക്ക് ക്രീം ബേസിനായിട്ടുള്ള അലോവേറ ജെല്ലാണ്. കാരണം ഞാൻ ആ നീരിലേക്ക് അലോവേറ ജെൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അളവ് അറിയാതെ പോകും, കാരണം അത് നമുക്ക് ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ അത് ക്രീം ആവാനായിട്ട് ആദ്യം ഞാൻ അലോവേറ ജെൽ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ, ഈ ഒരു സ്പൂൺ 1 ടേബിൾ സ്പൂൺ അലോവേറ ജെൽ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ, ആ സ്പൂൺ തന്നെ 1/2 ടേബിൾ സ്പൂണ് നമ്മുടെ ജമന്തിയുടെ നീരെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ടത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു നല്ലൊരു എന്താ പറയുക ജെൽ കൺസിസ്റ്റൻസിയിലേക്ക് മാറാനായിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ കൈക്കൊക്കെ ഒരു പരുവ് അങ്ങനെ അത്രയ്ക്കും നമ്മൾ മിക്സ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് എക്സ്ട്രാ പണിയാണ് കേട്ടോ. കാരണം അതൊന്ന് അടിച്ചടിച്ച് ബീറ്റ് ചെയ്ത് ജെൽ കൺസിസ്റ്റൻസിലാക്കണമെങ്കിൽ നല്ല പാടാണ്. സോ അതുകൊണ്ടാണ് ഞാൻ അളവൊക്കെ പറയുന്നത്. കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം നമ്മൾ ജോൺസൺ ബേബിയുടെ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് ആഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ജെല്ല് മാത്രം നിങ്ങൾക്ക് ഫേസിൽ നൈറ്റ് ടൈമിൽ അപ്ലൈ ചെയ്താൽ നല്ലതാണ് കേട്ടോ. ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്യണം. ഇനി ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബീറ്റ് ചെയ്യുന്ന ഫുൾ എനിക്കിത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുറേ നേരം അത്യാവശ്യം ഒരു 10 മിനിറ്റോളം ഞാനിത് ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, ഇതും ഓപ്ഷണലാണ്, ആക്നെ പ്രോൺ സ്കിന്നുള്ളവർ ഇത് മസ്റ്റായിട്ടും ആഡ് ചെയ്യണം. നമ്മുടെ ട്രീയുടെ എസെൻഷ്യൽ ഓയിൽ ഞാൻ 1 ഡ്രോപ്പ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് കൂടി പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരു പുകച്ചിൽ വരും കേട്ടോ. അപ്പോൾ 1 ഡ്രോപ്പ് മാത്രം നിങ്ങൾ ആഡ് ചെയ്യുക, എന്നിട്ട് നല്ലപോലെ അടിക്കുക. അപ്പോൾ അവസാനം ഞാൻ അതിൻ്റെ കറക്റ്റ് അളവ് പറയാം കേട്ടോ, എല്ലാം ഞാൻ എടുത്ത് എത്രയാണെന്നുള്ളത്. ഇത് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് നല്ലൊരു ഇതിപ്പോൾ വാട്ടറി കൺസിസ്റ്റൻസിയിൽ നമുക്ക് നന്നായിട്ടൊരു ജെൽ കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ മാറ്റണം. അതുപോലെ വേണം നമ്മളിത് ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എടുക്കുന്ന സ്പൂണൊക്കെ ഒട്ടും വെള്ളമായി ഇല്ലാത്ത ഇതിൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ ലാസ്റ്റ് എനിക്ക് ഈ അളവിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ ജമന്തിയുടെ ആ ഒരു നീര്, 3 ടേബിൾ സ്പൂൺ അലോവേറ ജെൽ, 1/2 ടേബിൾ സ്പൂൺ ജോൺസൺസ് ബേബിയുടെ ഓയിൽ, ഒരു ഡ്രോപ്പ് ടീ ഓയിൽ. ഞാനിത് ഇപ്പോൾ നമ്മളിവിടെ വെള്ളമായി ഒട്ടുമില്ലാത്തൊരു കണ്ടെയ്നർ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എൻ്റെ കയ്യിലും കൂടെ ഇത് അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കാം. നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ്.
ഫൈൻ ലൈൻസിലൊക്കെ നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുള്ള റിസൾട്ടിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നതിനൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.